പൊതുവേ ധ്യാന സാധകർ ഉള്ളിലോട്ട് നോക്കണമെന്ന് പറയും. ധ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അഭ്യാസം ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴവിടെ ഒരു ചോദ്യം വരാം, എന്തിൻ്റെ ഉള്ളിലോട്ടാണ് നോക്കേണ്ടത്? എൻ്റെ ഉള്ളിലേക്കാണോ അതോ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കാണോ? ഈ ഒരു ചോദ്യം വരാം. കാരണം ഇത് രണ്ടും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. എന്തിൻ്റെയും ഉള്ളിൽ നോക്കിയാലും എൻ്റെ ഉള്ളിൽ നോക്കിയാലും അറിയുന്ന സത്യം ഒന്ന് തന്നെയാണ്. അറിയുന്ന സത്യം ഒന്ന് തന്നെയാണ് എങ്കിൽ എൻ്റെ ഉള്ളിൽ നോക്കുന്നതും എല്ലാത്തിൻ്റെ ഉള്ളിൽ നോക്കുന്നതും തുല്യം തന്നെയാണ്. ഒരു കഥ പറയാം. ആ കഥ കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പം കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മനസ്സ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തകളുടെ കൂട്ടമാണ് മനസ്സെന്ന് ഒരു പക്ഷം പറയും. ഇല്ലാത്തതൊന്നാണ് എന്ന് വേറൊരു പക്ഷം പറയും. സങ്കല്പ വികല്പങ്ങളുടെ ഒരു ആകത്തുക ആണ് മനസ്സ്. അങ്ങനെ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് മനസ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആന്തരിക നിരീക്ഷണം എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ മനസ്സിനെ മനസ്സിലാക്കാൻ മനസ്സ് വേണമോ എന്നുള്ളതാണ്. വേണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതായത് കള്ളനെ പിടിക്കുവാൻ പോലീസുണ്ട്. പോലീസിലൊരു കള്ളനുണ്ടെങ്കിലും അതാര് പിടിക്കും? അതും പോലീസ് തന്നെയാണ് പിടിക്കേണ്ടത്. അതേപോലത്തെ ഒരു ഡ്യൂട്ടിയാണ് മനസ്സിനെ മനസ്സിലാക്കുവാൻ മനസ്സ് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവ്. മനസ്സിനെ മങ്കി മൈൻഡ് എന്നുള്ളൊരു പ്രയോഗം പൊതുവെ പറയാറുണ്ട്. എന്താണ് ഈ മങ്കി മൈൻഡ്? ഒരു കുരങ്ങനെ നമ്മൾ കുറച്ച് നേരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ മനസ്സിലാകും അവൻ വെറുതെ ഇരിക്കില്ല. അവൻ ഇങ്ങനെ പലയിടത്തും നോക്കിക്കൊണ്ടിരിക്കും, കൈകൾ ചലിച്ചുകൊണ്ടിരിക്കും, പാല് ചലിച്ചുകൊണ്ടിരിക്കും, കാലുകൾ ചലിച്ചുകൊണ്ടിരിക്കും, കാണുന്നതിലെല്ലാം കയറി പിടിക്കും, അങ്ങോട്ടെല്ലാം ചാടിക്കൊണ്ടിരിക്കും. കണ്ണ് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം അവനും പോകും. ഈ ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലും നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിലും നടക്കുന്നത്. ഒന്നുകിൽ ആ ഉള്ളിൽ ആ ഓട്ടം നടക്കുന്നുണ്ടാവും, ചിലർക്ക് ഉള്ളിലും പുറത്തും ഒരേപോലെ ഓട്ടം നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ മങ്കി മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. മങ്കി മൈൻഡ്. ഇപ്പം ഈ മങ്കി മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അവനെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനോ ശ്രദ്ധിക്കും തോറും കൂടുതൽ മങ്കിയാവും എന്നുള്ളതാണ് സത്യം. അപ്പം ഇപ്പോഴും കഥയിലോട്ട് എത്തിയില്ല, കഥയിലോട്ട് വരുന്നു. ഇത് കഥയല്ല, ഒരു സിറ്റുവേഷനാണ്. അത് കഥ പോലെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നന്നായിരിക്കും. അതായത് ഇത്രയും പ്രശ്നക്കാരനായ കുരങ്ങനെ, ഒരിടത്തിരിക്കാത്ത കുരങ്ങനെ, അതിബുദ്ധിമാനായിട്ടുള്ള കുരങ്ങനെ, സദാ ചേഷ്ടകൾ ഇങ്ങനെ പകർന്നാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനെ എങ്ങനെ പിടിക്കാൻ പറ്റും?
എന്താണോ കുരങ്ങന് ഇഷ്ടം അത് കൊടുത്തിട്ടാണ് കുരങ്ങിനെ പിടിക്കുന്നത്. അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സമസ്യ. ഏതെങ്കിലും ഒരു മരം, ആ മരത്തിനകത്തൊരു പൊത്തുണ്ടെന്ന് വിചാരിക്കുക. പൊത്തെന്ന് പറഞ്ഞൊരു ഹോൾ, അതിനകത്ത് കുറച്ച് ഡീപ്പായിട്ടൊരു കുഴിയുള്ളൊരു ഹോൾ. അപ്പോൾ കുരങ്ങന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കടല കുരങ്ങന്മാരെ കാണുന്ന രീതിയിൽ കയ്യിലെടുക്കും. എന്നിട്ട് ഈ പൊത്തിനകത്ത് കൊണ്ട് കടല അങ്ങ് ഇടും. 2-3 പിടി അങ്ങ് വാരിയിടും. അപ്പോൾ കുരങ്ങനെ പിടിക്കുന്ന ആൾ ഇത്രയേ ചെയ്തോളൂ. കുരങ്ങനെ കാണുന്ന രീതിയിൽ ആ കടല എടുത്തിട്ട് ആ പൊത്തിനകത്ത് കൊണ്ടിട്ടു. അപ്പോൾ ഈ കുരങ്ങൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരങ്ങനെ ആ കടല കഴിക്കുവാനുള്ള അതിയായ മോഹമുണ്ട്. ഈ മോഹം കാരണം എന്ത് പറ്റുന്നു? ഓടി വരുന്നു, പൊത്തിനകത്ത് കൈയിടുന്നു, ഒരു പിടി കടല കയ്യിലങ്ങ് വാരും. അപ്പോൾ ഈ പൊത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, വളരെ ചെറിയ ഹോളാണ്. അപ്പോൾ അതിനകത്ത് കൈയിട്ട് ആ കടല എടുത്ത് തിരിച്ച് കൈയെടുക്കാൻ നോക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഹോളിനകത്ത് നിന്ന് കൈ ഊരി പുറത്തു വരില്ല. അമിതമായ കടലയോട് ഉള്ള ആഗ്രഹം കാരണം ഇതെന്ത് ചെയ്യും? ഈ കൈ വിടത്തില്ല, കടല പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഈ കടല പിടിക്കും തോറും എന്ത് പറ്റും? കൈ എടുക്കാൻ പറ്റില്ല. തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള ചിന്ത പോലും അവനെ ബാധിക്കില്ല. കാര്യം എന്താണ്? കടലയോടുള്ള അവൻ്റെ ആകർഷണമെന്നോ അല്ലെങ്കിൽ അതിനോടുള്ള അവൻ്റെ മമത, കടലയോടുള്ള ആഗ്രഹം, ഇതൊക്കെ ആണ് അവൻ നിലവിൽ ബന്ധനത്തിൽ നിൽക്കുന്നതിൻ്റെ റീസൺ ആ ആഗ്രഹമാണ്. ഈ അവസ്ഥയിൽ അത് ഇറങ്ങി ഓടാനും പറ്റുന്നില്ല, എന്നാൽ കടല വിടുന്നുമില്ല. അപ്പോഴെന്ത് പറ്റും? ഈ വടംവലിയിലിടയിൽ ആ വേടൻ ഇവനെ ചാക്കിലാത്താക്കും. ഇപ്പോഴൊരു കുരങ്ങനെ എങ്ങനെയാണ് ആ വേടൻ സമർത്ഥമായി പിടിച്ചത് എന്നുള്ളതാണ്. അത് വേടൻ്റെ ബുദ്ധിയാണോ കുരങ്ങനെ കുടുക്കിയത്, അതോ കുരങ്ങൻ്റെ ആഗ്രഹമാണോ കുരങ്ങനെ കുടുക്കിയത്? ഇതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ അവസ്ഥയും ഈ കുരങ്ങനെ പോലെയാണ്. കാരണം എങ്ങനെയാണോ വേടൻ്റെ ചാക്കിനുള്ളിൽ കുരങ്ങനായത്, അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും മരണം വരും. ഈ മരണം വരുന്ന സമയത്ത് അവൻ എന്ത് നേടി എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്വയം ചിന്തിക്കുന്ന ഒരവസ്ഥ വരും. ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് എന്ത് നേടി എന്നുള്ളത്. അപ്പോഴെന്ത് പറ്റുന്നു? കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ അത് ശരിക്കും കൈക്കലാക്കാൻ പറ്റുന്നില്ല. കാരണം വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ഇതെല്ലാം വിടേണ്ടി തന്നെ വരും. ആ വിടുന്ന ഒരു സമയമുണ്ടല്ലോ, വിടുന്ന സമയത്ത് വീണ്ടും ഒരു ചോദ്യം വരും, എന്ത് നേടി? അപ്പം ശരിക്കും ശൂന്യമായ കൈകൾ മാത്രമേ അവൻ നേടുന്നുള്ളൂ. ഈ ഭൂമിയിലോട്ട് കടന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ കൈകൾ ഇരുന്നത്, അപ്രകാരം മാത്രമാണ് അവസാന നിമിഷവും അവനിൽ അവശേഷിക്കുന്നത്. ഈ ഒരു ബോധം അവനിൽ സദാ നിലനിന്നാൽ, അതായത് ഒന്നും നേടണ്ടെന്നോ ഒന്നും പ്രയത്നങ്ങളൊന്നും പാടില്ലെന്നോ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കണമെന്നോ എന്നല്ല എൻ്റെ അർത്ഥം. ഇതൊക്കെ വ്യക്തമായി ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെ എന്ത് എപ്രകാരം ചെയ്യണമെന്ന്. ഈ കുരങ്ങന് പറ്റിയ ഒരു അബദ്ധം കടലയോടുള്ള ആഗ്രഹം, തൻ്റെ ജീവൻ അപകടത്തിലാകുന്നു എന്ന് പറയുന്ന ഒരു വിവേകം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. അതേപോലെ ഇഹലോക ജീവിതത്തിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും പ്രകാരം കിട്ടത്തുമില്ല. അതേസമയം ആ ആഗ്രഹത്തെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് അവസാനം ദയനീയമായി വിടേണ്ടി വരും. ഏതിലാണോ അകപ്പെടേണ്ടതിനകത്ത് അവൻ അകപ്പെട്ടും പോകും. അവിടെയാണ് ആന്തരിക നിരീക്ഷണത്തിൻ്റെ പ്രസക്തി. ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത്, തന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്, എപ്രകാരമാണ് എന്ന് സദാ നിരീക്ഷണം. അപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ മാത്രമല്ല, മനസ്സെന്ന് പറയുന്ന, അതായത് പ്രപഞ്ചവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം മനസ്സാണ്. ഈ മനസ്സും അവിടെ നിശബ്ദമായി പ്രവർത്തിക്കുകയും ശബ്ദകോലാഹലത്തോടെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സ് പ്രവർത്തിക്കുന്നത് നിശബ്ദമായിട്ടാണ്, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് ശബ്ദകോലാഹലവുമായിട്ടാണ്. അപ്പോൾ ആന്തരികമായിട്ട് നമ്മളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നിശബ്ദനായി പ്രവർത്തിക്കുന്ന ഈ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അവൻ തിരിച്ചറിയാൻ തുടങ്ങും. പല രീതിയിലാണ് അതറിയാൻ പറ്റുന്നത്. ചിന്തകളെ നിരീക്ഷിക്കുന്നത് വഴി, ഒന്നിൽ കൂടുതൽ കടന്നു വരുന്ന ചിന്തകളെ തിരിച്ചറിയുന്നത് വഴി, മുറിഞ്ഞു വരുന്നതും ദീർഘമായിട്ട് വരുന്നതും റിപ്പീറ്റ് ചെയ്ത് വരുന്നതും ഭൂതകാലത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതും വർത്തമാനകാലത്തിൽ നിൽക്കാത്തതും ഭാവിയെ പറ്റി ആശങ്കപ്പെടുന്നതുമായിട്ടുള്ള പല ചിന്തകളും. ഇത്തരം ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരവസ്ഥ ഒരു സാധകനിൽ സദാ നിലനിൽക്കണമെന്നാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും? അവിടെയാണ് ബി ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്നൊരവസ്ഥ. പ്രസൻറ്റിൽ നിലനിൽക്കുന്നവന് മാത്രമേ, അല്ലെങ്കിൽ ജാഗ്രതയിൽ നിലനിൽക്കുന്നവന് മാത്രമേ ഈ പറയുന്ന നിരീക്ഷണം സാധ്യമാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അവിടെയാണ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം, മനസ്സിനെ നോക്കുവാൻ, നിരീക്ഷിക്കുവാൻ മനസ്സ് വേണമോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ജാഗ്രതയിൽ മനസ്സിനെ നിർത്തുമ്പോൾ പിന്നെ ആന്തരിക നിരീക്ഷണം ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു വിറ്റ്നസർ ഉടലെടുക്കും. അപ്പോൾ വീണ്ടും ഒരു സംശയം വരാം, ഈ വിറ്റ്നസർ നിലനിൽക്കുന്നത് എവിടെയാണ്? എന്നിലോ, അതായത് എൻ്റെ ഉള്ളിലോ പുറത്തോ? ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിറ്റ്നസർ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ നിലനിൽക്കുന്നത് വിശ്വമാകെ ആണ്, പ്രപഞ്ചം മൊത്തം ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിറ്റ്നസർ ഉള്ളിലും പുറത്തും നിലനിൽക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങൾക്ക് വ്യത്യസ്തത വരുന്നത് ഞാൻ എങ്ങനെ അതിനെ ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇപ്പോൾ ബാലു പറഞ്ഞ ആന്തരിക നിരീക്ഷണം, അതൊരു ചെറിയൊരു വാക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രോസസ്സിങ്
നമ്മൾ എങ്ങനെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആന്തരിക നിരീക്ഷണത്തിൻ്റെ ആഴം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ധ്യാന സാധകരും നിരീക്ഷണം തുടരണമെന്നാണ്. അവനവനെ തന്നെ നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. നാം ചെയ്യുന്ന നിരീക്ഷണത്തെ പരീക്ഷണമാക്കി കാണാതിരുന്നാൽ അപ്പോൾ മാത്രമേ നിരീക്ഷണം 100% വിജയിക്കുകയുള്ളൂ. അപ്പം നിരീക്ഷണത്തെ പരീക്ഷണമാക്കുക എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അവിടെ സ്വാഭാവികമായിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സ് പ്രവർത്തിക്കാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നാം. സദാ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ മൈൻഡിനെ നിശ്ചലമാക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും പോസിബിൾ അല്ല എന്നും പോസിബിൾ ആണ് എന്നും വാദഗതികളുണ്ട്. നിശ്ചലമാക്കാവുന്നതും അല്ലെങ്കിൽ ആക്കാൻ സാധിക്കില്ല, നിശ്ചലമാകുമെന്നും അല്ലെങ്കിൽ ആക്കാൻ സാധിക്കില്ല എന്നുള്ള വാദഗതി അങ്ങനെ നിന്നോട്ടെ. നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. മനസ്സിനോട് അത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഡിറ്റാച്ച് ആയിരിക്കുക എന്നുള്ളത്. ഡിറ്റാച്ച് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിച്ചാൽ എന്ത്, നിശ്ചലമായിരുന്നാൽ എന്ത്? അപ്പം ഇപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഓരോ സാധകർക്കും അപ്രകാരം പോകാൻ സാധിക്കട്ടെ.